Good morning, students. സിലബസിനകത്തെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഡേറ്റാബേസ് സിസ്റ്റം എൻവയോൺമെന്റ്. അതുപോലെ തന്നെ അതിനകത്ത് വരുന്നതാണ് DBMS കമ്പോണന്റ് മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. നമ്മൾ DBMSന്റെ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ പഠിച്ചായിരുന്നു. ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനകത്തെ മൊഡ്യൂൾസിനെ പറ്റിയാണ്. അതായത് ഓരോരോ ഫങ്ഷൻസ് ചെയ്യുന്ന നമ്മുടെ ആർക്കിടെക്ചറിനകത്തെ മൊഡ്യൂളുകളെ പറ്റിയാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു ഫിഗർ ആണ് താഴെ തന്നിരിക്കുന്നത്. ഒരു ഇമ്പോർട്ടന്റ് ഫിഗർ ആണ്. ഇതാണ് DBMS കമ്പോണന്റ് മൊഡ്യൂളിന്റെ ഫിഗർ എന്ന് പറയുന്നത്. ഇതിനെ രണ്ട് ലെയർ ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ടോപ്പ് ലെയറും ലോവർ ലെയറും. അപ്പൊ ടോപ്പ് ലെയർ എന്ന് പറഞ്ഞാൽ DBMSനകത്ത് ഇന്ററാക്ട് ചെയ്യുന്ന യൂസേഴ്സും അതുപോലെ തന്നെ അവരുടെ ഡേറ്റാബേസ് എൻവയോൺമെന്റുകളെയും പറ്റിയാണ് നമ്മുടെ അപ്പർ ലെവലിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ലോവർ ലെവലിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് DBMSനകത്തെ ഡേറ്റാബേസിന്റെ സ്റ്റോറേജും പ്രോസസ്സിംഗ്, ട്രാൻസാക്ഷൻസ് അങ്ങനെയുള്ള ഇന്റേണൽ കാര്യങ്ങളാണ് നമ്മുടെ ലോവർ ലെയറിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്തെ ഓരോ കാര്യങ്ങളും ഓരോരോ മൊഡ്യൂൾസുമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമേ നമുക്ക് ഓരോന്നും പാരഗ്രാഫ് വൈസ് നോക്കാം, അതിനുശേഷം ഫിഗറിലോട്ട് തിരിച്ചു വരാം. The figure is divided into two parts. The top part of the figure refers to the various uses of the database environment and their interfaces. The lower part shows the internals of the DBMS responsible for storage of data and processing of transactions. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ DBMSന്റെ കമ്പോണൻസിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, രണ്ട് പാർട്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ടോപ്പ് പാർട്ടും ലോവർ പാർട്ടും. ടോപ്പ് പാർട്ടിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്താണ്? ഡേറ്റാബേസിന് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് യൂസേഴ്സും അവരുടെ ഡേറ്റാബേസ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഇന്റർഫേസുകളുമാണ് ഫസ്റ്റ് ലെയറിനകത്ത് വരുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടിനകത്ത് വരുന്നത്. രണ്ടാമത്തെ പാർട്ടിനകത്ത് കാണിക്കുന്നത് എന്താണ്? ഡേറ്റാബേസിന്റെ ഇന്റേണൽ സ്റ്റോറേജിങ് എങ്ങനെയാണ്, സ്റ്റോറേജ് സ്ട്രക്ചറിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസ് പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളുമാണ് രണ്ടാമത്തെ ലെയറിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The database and DBMS catalog are usually stored on disk. Access to the disk is controlled primarily by the operating system, which schedules disk read-write. Many DBMS have their own buffer management module to schedule disk read-write because this has a considerable effect on performance. Reducing disk read-write improves performance considerably. A higher level stored data manager module of the DBMS controls access to DBMS information that is stored on disk, whether it is part of the database or the catalog. അപ്പോൾ ആദ്യമേ തന്നെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഡേറ്റാബേസിനകത്തെ അല്ലെങ്കിൽ DBMSനകത്തെ ഡേറ്റാബേസ് എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയാണ്? ഡിസ്കിനകത്താണ് നമ്മൾ ഡേറ്റാനെ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആ ഡിസ്കിനെ ആക്സസ് ചെയ്യുന്നത് ആര് വഴിയാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം വഴിയാണ് നമ്മൾ ഡിസ്കിനെ ആക്സസ് ചെയ്യുന്നത്. അതായത് ഡിസ്കിനകത്ത് റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് വഴിയാണ് നമ്മൾ ഓപ്പറേഷൻസ് ഒക്കെ നടത്തുന്നത്. അതായത് ഡേറ്റാബേസിനകത്തെ ഡേറ്റകളെല്ലാം ആക്സസ് ചെയ്യുന്നതും അതുപോലെ തന്നെ പുതിയ ഡേറ്റകളെ സേവ് ചെയ്യുന്നതും ഡിസ്കിലെ നമ്മൾ റീഡ് റൈറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റീഡ് റൈറ്റ് ചെയ്യുന്നത്, അതായത് ഒരുപാട് തവണ നമ്മൾ ഡിസ്കിനെ റീഡ് റൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ DBMSന്റെ ഒരു എഫിഷ്യൻസി കുറയ്ക്കും. ഒരുപാട് തവണ മെമ്മറിയെ ആക്സസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ പ്രോസസ്സിംഗ് സ്ലോ ആക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി പല DBMSനകത്തും പ്രത്യേകം ബഫർ മാനേജ്മെന്റ് മൊഡ്യൂൾസ് യൂസ് ചെയ്യാറുണ്ട്. അതല്ലാതെ നമ്മുടെ സിസ്റ്റത്തിന് ഓൾറെഡി ഉള്ള മൊഡ്യൂൾസുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ OS ഡയറക്റ്റ് ആയിട്ട് ഡിസ്കിൽ പോയി റീഡ് റൈറ്റ് ചെയ്യുന്നത് നമ്മൾ കുറയ്ക്കാറാണ് പതിവ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ കമ്പോണന്റ് മൊഡ്യൂളിനകത്തെ ഒരു മൊഡ്യൂളായ സ്റ്റോർഡ് ഡേറ്റ മാനേജറിനെ പറ്റിയിട്ടാണ്. എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഡിസ്കിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റാബേസിനകത്തെ ഡേറ്റകളെ ആക്സസ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്ന ആളാണ് സ്റ്റോർഡ് ഡേറ്റ മാനേജർ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഡിസ്കിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റകളെ ആക്സസ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്ന ആളാണ് സ്റ്റോർഡ് ഡേറ്റ മാനേജർ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടോപ്പ് പാർട്ടാണ്. നമ്മൾ പറഞ്ഞ് രണ്ട് പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് ടോപ്പ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ടോപ്പ് പാർട്ടിനകത്ത് എന്തെന്നാ പറഞ്ഞത്? ഡേറ്റാബേസ് യൂസ് ചെയ്യുന്ന യൂസേഴ്സിനെ പറ്റിയാണ് അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. ഇറ്റ് ഷോസ് interfaces for the DBA staff
casual users who work with interactive interfaces to formulate queries, application programmers who create programs using some host programming languages, and parametric users who do data entry work by supplying parameters to predefined transactions. The DBS tab works on defining the database and tuning it by making changes to its definition using the DDL and other privileged commands. ഈ ഒരു പാരഗ്രാഫിനകത്ത് പറഞ്ഞിരിക്കുന്നത് DBMS-ഉമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന പല ടൈപ്പിലുള്ള യൂസേഴ്സിനെ പറ്റിയിട്ടാണ്. ഏതൊക്കെയാണ് യൂസേഴ്സ്? DBS സ്റ്റാഫ് ഉണ്ട്. ഒന്നാമത്തെ യൂസർ DBS സ്റ്റാഫ് വരുന്നുണ്ട്. രണ്ടാമത് കാഷ്വൽ യൂസേഴ്സ് വരുന്നുണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പാരാമെട്രിക് യൂസേഴ്സ് വരുന്നുണ്ട്. 4 ടൈപ്പിലുള്ള യൂസേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇനി അതിനകത്ത് തന്നെ DBS സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ ഡേറ്റാബേസിനകത്തെ ഡേറ്റകളെ എങ്ങനെയൊക്കെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, ആ ഒരു കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന യൂസേഴ്സ് ആണ് DBS സ്റ്റാഫ് എന്ന് പറയുന്നത്. ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററുടെ കീഴിലുള്ള ആൾക്കാരാണ് DBS സ്റ്റാഫ് എന്ന് പറയുന്നത്. ഒരു ഡേറ്റാബേസിനകത്ത് എന്ത് ഡേറ്റ, എന്ത് ടൈപ്പിലുള്ള ഡേറ്റ, ആരൊക്കെ ആക്സസ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആൾക്കാരാണ് ഈ DBയുടെ കീഴിൽ വരുന്നത്. അതാണ് DBS സ്റ്റാഫ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തതാണ് കാഷ്വൽ യൂസേഴ്സ്. കാഷ്വൽ എൻഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ കൊറി വഴി, അതായത് അവർക്ക് റിക്വസ്റ്റ് വഴിയാണ് അവർ ഡേറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അവരുടെ ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് അവർ ഡേറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരാണ് കാഷ്വൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. പിന്നെയുള്ള യൂസറാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വഴിയായിരിക്കും അവർ ഡേറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. പിന്നെ വരുന്നൊരു ടൈപ്പാണ് പാരാമെട്രിക് യൂസേഴ്സ് എന്ന് പറയുന്നത്. ഈ പാരാമെട്രിക് യൂസേഴ്സ് മെയിൻ ആയിട്ടും ഡേറ്റാബേസിനകത്ത് ട്രാൻസാക്ഷൻസ് നടക്കുന്നത് വഴിയാണ് അവർ ഡേറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അവർ പലതരം പാരാമീറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെയുള്ള പ്രീ ഡിഫൈൻഡ് ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. അപ്പൊ ഇത്രയും 4 ടൈപ്പിലുള്ള യൂസേഴ്സ് ആണ് മെയിൻ ആയിട്ട് നമ്മുടെ DBMS-നെ ആക്സസ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു കമ്പോണന്റ് ആണ് പറയുന്നത് DDL കമ്പൈലർ. The DDL compiler processes schema definitions, specified in the DDL and stores descriptions of the schemas in the DBMS catalog. The catalog includes information such as the names and sizes of files, names and data types of data items, storage details of each file, mapping information among schemas and constraints. നമ്മൾ അടുത്തായിട്ട് പറയുന്നതാണ് DDL കമ്പൈലറിനെ പറ്റിയിട്ട്. അപ്പൊ DDL കമ്പൈലർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? DDL കമ്പൈലർ പ്രോസസ്സസ് സ്കീമ ഡെഫിനിഷൻ സ്പെസിഫൈഡ് ഇൻ DDL ആൻഡ് സ്റ്റോർസ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ദ സ്കീമാസ് ഇൻ DBMS കാറ്റലോഗ്. അതായത് നമ്മൾ പറഞ്ഞായിരുന്നു, സ്കീമയെ പറ്റി പറഞ്ഞായിരുന്നു, നമ്മുടെ ഡേറ്റാബേസിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്കീമ കൊടുക്കുന്നത്. അങ്ങനെയുള്ള സ്കീമകളുടെ ഡിഫൈൻ ചെയ്യുക, അതുപോലെ തന്നെ മെറ്റാ ഡേറ്റയ്ക്ക് വേണ്ടിയുള്ള സ്കീമുകളെ ഡിഫൈൻ ചെയ്യുക. ഈ 2 കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും DDL കമ്പൈലർ ചെയ്യുന്നത്. അതായത് DBS സ്റ്റാഫ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? എന്തൊക്കെ ഡേറ്റകൾ വേണം, ഏതൊക്കെ ടൈപ്പ് വേണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് DBS സ്റ്റാഫാണ്. അവര് ആ തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുന്ന ആളാണ് DDL കമ്പൈലർ എന്ന് പറയുന്നത്. അതായത് ഡേറ്റാബേസിന് ആവശ്യമായിട്ടുള്ള സ്കീമാനെ ഡിഫൈൻ ചെയ്യുകയാണ് DDL കമ്പൈലർ ചെയ്യുന്നത്. അത് ഡേറ്റാബേസിനകത്തുള്ള ഒറിജിനൽ ഡേറ്റയ്ക്ക് വേണ്ടിയുള്ള സ്കീമയും ഉണ്ട്, അതുപോലെ തന്നെ മെറ്റാ ഡേറ്റയ്ക്ക് വേണ്ടിയുള്ള സ്കീമയും ഉണ്ട്. ഇനി അങ്ങനെയുള്ള മെറ്റാ ഡേറ്റയ്ക്കകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യങ്ങളാണ് ഡേറ്റയുടെ നെയിം, സൈസ്, ടൈപ്പ്, സ്റ്റോറേജ് സ്ട്രക്ചറിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ മാപ്പിംഗ് ഇൻഫർമേഷൻസ്, കൺസ്ട്രെയിൻസ്. ഇത്രയും കാര്യങ്ങളാണ് ആ മെറ്റാ ഡേറ്റയ്ക്കായിട്ട് വരുന്ന ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത ഒരു കമ്പോണന്റ് ആണ് കാഷ്വൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. കാഷ്വൽ യൂസേഴ്സ് ആൻഡ് പേഴ്സൺസ് വിത്ത് ഒക്കേഷണൽ നീഡ് ഫോർ ഇൻഫർമേഷൻ ഫ്രം ദ ഡേറ്റാബേസ് ഇന്ററാക്ട് യൂസിംഗ് സം ഫോം ഓഫ് ഇന്റർഫേസ് വിച്ച് വി കോൾ ദ ഇന്ററാക്റ്റീവ് ക്വറി ഇന്റർഫേസ് ഇൻ. അപ്പൊ കാഷ്വൽ യൂസേഴ്സ് നമ്മൾ പറഞ്ഞു, ക്വറി വഴി നമ്മുടെ ഡേറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന യൂസേഴ്സ് ആണ് കാഷ്വൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. അവരെന്തെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ഡേറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. These queries are parsed and validated for correctness of the query syntax, the names of files and data elements, and so on by a query compiler
that compiles them into an internal form. ഇനി അടുത്ത ഒരു കമ്പോണന്റ് ആണ് query compiler എന്ന് പറയുന്നത്. അപ്പൊ ഈ കാഷ്വൽ യൂസേഴ്സ് query വഴിയാണ് നമ്മുടെ ഡേറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ queryക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോം ഉണ്ടായിരിക്കണം, കറക്റ്റ് ഒരു സിന്റാക്സ് ഉണ്ടായിരിക്കണം. അപ്പൊ ആ queryനെ അനലൈസ് ചെയ്യുന്ന കമ്പൈലർ ആണ് query compiler എന്ന് പറയുന്നത്. കാഷ്വൽ യൂസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന റിക്വസ്റ്റ് ആയിട്ടുള്ള queryനെ കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം, എല്ലാ എലമെന്റ്സും ഉണ്ടോ, കറക്റ്റ് ആയിട്ടുള്ള എല്ലാ എലമെന്റ്സും ഉണ്ടോ, കറക്റ്റ് സിന്റാക്സ് ആണോ, കറക്റ്റ് ഫോമിലാണോ എന്നൊക്കെയുള്ള കാര്യം ചെക്ക് ചെയ്യുന്ന ഒരു കമ്പൈലർ ആണ് query compiler എന്ന് പറയുന്നത്. അപ്പൊ ഈ query compiler ആണ് കറക്റ്റ് ഫോമിലോട്ട് ആ queryനെ കൺവേർട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത കമ്പോണന്റ് ആണ് query optimizer. Among other things, the query optimizer is concerned with the rearrangement and possible reordering of operations, elimination of redundancies, and the use of correct algorithms and indexes during execution. ഇനി ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ കാഷ്വൽ യൂസേഴ്സ് കൊടുക്കുന്ന query നമ്മുടെ query compiler കമ്പൈൽ ചെയ്തു കറക്റ്റ് ഫോമിലാക്കി. ഇനി ആ query എക്സിക്യൂട്ട് ചെയ്യുന്ന ആളാണ് query optimizer എന്ന് പറയുന്നത്. അപ്പൊ അത് ആ queryക്കകത്ത് വരുന്ന ഓരോരോ ഓപ്പറേഷൻസ് കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ അവിടെ ഡ്യൂപ്ലിക്കേഷൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ, യൂസർ പ്രൊവൈഡ് ചെയ്യുന്ന queryക്കകത്ത് ഡ്യൂപ്ലിക്കേഷൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യുക, അതിനെ കറക്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള പ്രോസസ് എക്സിക്യൂഷന്റെ സമയത്ത് ചെയ്യുന്ന ആളാണ് query optimizer എന്ന് പറയുന്ന ആള്. ഇനി അടുത്ത ഒരു കമ്പോണന്റ് ആണ് സിസ്റ്റം കാറ്റലോഗ് എന്ന് പറയുന്നത്. ഇറ്റ് കൺസൾട്ട്സ് ദ സിസ്റ്റം കാറ്റലോഗ് ഫോർ statistical and other physical information about the stored data and generates executable code that performs the necessary operations for the query and makes call on the runtime processor. സിസ്റ്റം കാറ്റലോഗിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്? നമ്മുടെ ഡേറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റയെ പറ്റിയുള്ള എല്ലാ ഫിസിക്കൽ ഇൻഫർമേഷൻസും കൂടെ ഉള്ള എവിടെയാണ്? നമ്മുടെ സിസ്റ്റം കാറ്റലോഗിനകത്താണ്. അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റാബേസിനെ ആവശ്യമായിട്ട് വരുമ്പോൾ ഓരോരുത്തർ കൊടുക്കുന്ന റിക്വസ്റ്റുകൾ ഉണ്ടല്ലോ, അതെല്ലാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കോഡും എവിടെയാണുള്ളത്? നമ്മുടെ സിസ്റ്റം കാറ്റലോഗിനകത്താണുള്ളത്. ഏതൊക്കെ ഡേറ്റ ആർക്കൊക്കെ വേണം എന്നുള്ള കാര്യത്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും എവിടെയാണുള്ളത്? സിസ്റ്റം കാറ്റലോഗിനകത്താണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ അതാണ് സിസ്റ്റം കാറ്റലോഗ് എന്ന് പറഞ്ഞാൽ. ഡേറ്റാബേസിനകത്തുള്ള ഡേറ്റകളെ പറ്റിയുള്ള ഇൻഫർമേഷനും ഉണ്ട്, അതോടൊപ്പം തന്നെ ആരൊക്കെയാണ് റിക്വസ്റ്റ് കൊടുക്കുന്നത്, ആർക്കൊക്കെ എന്ത് ഡേറ്റയാണ് വേണ്ടതെന്നുള്ള കാര്യവും എവിടെയുണ്ട്? സിസ്റ്റം കാറ്റലോഗിനകത്താണ് ഉള്ളത്. ഇനി അടുത്തതാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് റൈറ്റ് പ്രോഗ്രാംസ് ഇൻ ഹോസ്റ്റ് ലാംഗ്വേജസ് സച്ച് ആസ് ജാവ, C or CPP that are submitted to a pre-compiler. ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ഒരു ടൈപ്പ് യൂസേഴ്സ് ആണ്, ഡേറ്റാബേസിനെ ആക്സസ് ചെയ്യുന്ന ഒരു ടൈപ്പ് യൂസേഴ്സ് ആണ്. എങ്ങനെയാണ് അവർ ആക്സസ് ചെയ്യുന്നത്? അവർ പ്രോഗ്രാംസ് എഴുതുന്നത് വഴി, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന പ്രോഗ്രാം വഴിയായിരിക്കും നമ്മുടെ ഡേറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അത് ജാവയിലാകാം, C or CPP അങ്ങനെയുള്ള ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള പ്രോഗ്രാമിംഗ് വഴിയും നമ്മുടെ ഡേറ്റാബേസുമായിട്ട് അവർക്ക് ആക്സസിങ് നടത്താം.